ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയൊക്കെ പല സോഷ്യൽ മീഡിയയിലുള്ള ചില ആൾക്കാരെ കുറിച്ചൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. അത് വീഡിയോസ് എന്താന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, അതായത് ഈ മെമ്പർഷിപ്പ് വഴി കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ എന്തായാലും അതിന്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ഈ മെമ്പർഷിപ്പ് വഴി വീഡിയോ ചെയ്യുന്ന വേറെയും ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരാള് ചെയ്യുന്നത് കണ്ടാൽ മതി, പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ അതൊരു പ്രചോദനമാണ്. അപ്പൊ എന്തായാലും ഒരാള് മെമ്പർഷിപ്പ് വഴി പല പരിപാടികളും കാണിക്കുന്നൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ഇപ്പൊ പലരും ഇതുപോലെ മെമ്പർഷിപ്പും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ചേച്ചി ഇറങ്ങിയിട്ടുണ്ട്. ആ ചേച്ചിയുടെ ചാനലിന്റെ പേരോ ഒന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ആ ചേച്ചിയും ഇതേ രീതിയിൽ തന്നെയാണ് മെമ്പർഷിപ്പ് ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് ഒരു വ്യത്യാസമുണ്ട്, എല്ലാ ദിവസവും മെമ്പർഷിപ്പ് ഇല്ല കേട്ടോ, ആഴ്ചയിൽ 2 ദിവസം. ആ ചേച്ചിയുടെ മെമ്പർഷിപ്പിന്റെ റേറ്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. അപ്പോൾ രാത്രി 12:30 തൊട്ടാണ് ഈ ഒരു മെമ്പർഷിപ്പ് ലൈവ് നടക്കുന്നത്. ഹോട്ട് ലൈവ് ആണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, നമ്മുടെ കേരളത്തില് ലൈംഗിക ദാരിദ്ര്യം ഭയങ്കരമാണല്ലോ. അത് മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്ത്രീകളും ഇങ്ങനെയുള്ള മെമ്പർഷിപ്പും ഹോട്ട് ലൈവൊക്കെ കാണിക്കുന്നത്. അപ്പൊ എന്തായാലും പൈസക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ ഓരോരുത്തർ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് പറയണമല്ലോ. നമ്മളെ പോലുള്ളവരത് പറഞ്ഞില്ലെങ്കിൽ അവർക്കതൊരു വളാകുമല്ലോ. അപ്പൊ എന്തായാലും അവരെന്തെങ്കിലൊക്കെ ചെയ്യട്ടെ. എന്തെങ്കിലൊക്കെ ഇതിനൊരു എന്താ പറയാ, എന്നെങ്കിലും ഇതിനൊക്കെ ഒരു ഒരു സ്റ്റോപ്പ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പൊ പല ആപ്പുകളും ബാൻ ചെയ്തൊക്കെ ആക്കുന്നുണ്ട്. അതുപോലെ യൂട്യൂബും ബാൻ ചെയ്ത മെമ്പർഷിപ്പും തീരും, ഹോട്ട് ലൈവും തീരും, എല്ലാ ലൈവും തീരും. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള മെമ്പർഷിപ്പും ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചേച്ചിമാരുടെ എണ്ണം ഇപ്പൊ കൂടിക്കൂടി വരികയാണ്. കാരണം ഒരാളെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആൾക്കാർക്കെല്ലാം അവരത് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. പിന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് കിട്ടാനും നല്ല വ്യൂ കിട്ടാനും നല്ല രീതിയിൽ അങ്ങോട്ട് റീച്ച് കിട്ടാനും ഒക്കെ പറ്റിയ ഒരു ഐഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് സെക്സി ആയിട്ട് അങ്ങോട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുക, അതുപോലെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വരിക, അതുപോലെ എന്താ പറയാ ഹോട്ട് ലൈവുകളൊക്കെ അങ്ങോട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല റീച്ച് ആയിരിക്കും ചാനലിന്. അതുപോലെ നല്ല സബ്സ്ക്രൈബേഴ്സിന് കിട്ടും, നല്ല വ്യൂസ് കിട്ടും, നല്ല റവന്യൂ കിട്ടും, അതോടൊപ്പം തന്നെ നല്ല ചീത്തപ്പേരും കിട്ടും, പിന്നെ നല്ല ഒരു സെലിബ്രിറ്റി എന്നുള്ളൊരു പേരും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മളെ പോലുള്ള ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ എത്രയൊക്കെ വായിട്ടലച്ചാലും ഇവരൊന്നും നന്നാവാൻ പോകുന്നില്ല. കാരണം അവർക്കൊക്കെ ഈ ഒരു ലൈവൊക്കെ ചെയ്ത് ഇവരുടെ ഈ ഒരു ഹോട്ട് ലൈവും മെമ്പർഷിപ്പൊക്കെ ലൈവ് കാണാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് രാത്രി ഇവരുടെ ഹോട്ട് ലൈവൊക്കെ കാണാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമ്മളെ പോലുള്ളവർ വന്ന് കിടന്നിട്ട് ഈ സോഷ്യൽ മീഡിയയും വന്നിട്ട് ഇവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ ഗുലുമാലിലാകാന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു അനുഭവം കിട്ടിയത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആരുടെയും പേരെടുത്തോ ഒന്നും പറയുന്നില്ല. ഇപ്പോ ഒരുപാട് ചേച്ചിമാർ ഇതുപോലെ ഈ മെമ്പർഷിപ്പ് ലൈവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറെ അധികം ഉണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചധികം ആൾക്കാരെ കണ്ടു ഇതുപോലെ മെമ്പർഷിപ്പ്. അതിലിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു ചേച്ചിയാണ്. അതായത് ഒരു ചേച്ചി ഇറങ്ങിയിട്ടുണ്ട്. ആ ചേച്ചിയുടെ മെമ്പർഷിപ്പിന്റെ റേറ്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. ആഴ്ച 2 ദിവസമേ ഉള്ളൂ. രാത്രി 12:30 തൊട്ടാണ് ഹോട്ട് ലൈവ്. അപ്പൊ എന്തായാലും അവരവരുടെ ഒരു ബിസിനസ് ആയിട്ട് ഇതിനെ കാണുകയാണ്. കാരണം ഇങ്ങനെ ഹോട്ട് ലൈവ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുമ്പോൾ അത് നല്ല ലാഭമാണല്ലോ. പൈസയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും എല്ലാ സ്ത്രീകളും ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ. ഇപ്പൊ ഞാനും ഒക്കെ ലൈവ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ നല്ല അന്തസ്സായിട്ടുള്ള ലൈവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ കാണാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ലൈവുകളാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. അല്ലാതെ ഇതുപോലുള്ള ഹോട്ട് ലൈവോ അല്ലെങ്കിൽ മോഡേൺ ഡ്രസ് ഇട്ടുള്ള ലൈവോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം നമ്മൾക്കൊക്കെ അന്തസ്സുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളാരും അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നമ്മൾ പോകത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള ഓരോ ചേച്ചിമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഹോട്ട് ലൈവ് അല്ലെങ്കിൽ മോഡേൺ ഡ്രസ് ഇട്ടുള്ള ലൈവ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയും. കാരണം നമ്മളെങ്കിലും ഇതിനെതിരെ നമ്മുടെ ഒരു റിയാക്ഷൻ എങ്കിലും ചെയ്യണമല്ലോ. അല്ലാതെ ആരും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുമ്പോൾ ഇനിയും ഇതുപോലുള്ള മെമ്പർഷിപ്പ് ലൈവുമായിട്ട് ഒരുപാട് ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ രംഗത്തേക്ക് വരും. അപ്പൊ എന്തായാലും ഒരുപാട് നാളൊന്നും ഈ മെമ്പർഷിപ്പും ഈ ഒരു ലൈവൊന്നും
ഉണ്ടാവില്ല. കാരണം അതിനൊക്കെ ഒരു സ്റ്റോപ്പ് വരും. അങ്ങനെ വരുമെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചേച്ചിമാരൊക്കെ നല്ലതായിട്ട് അടിച്ച് പൊളിക്കട്ടെ. മെമ്പർഷിപ്പ് ലൈവും അതുപോലെ ഹോട്ട് ലൈവ് ഒക്കെ ആയിട്ട് രാത്രിയൊക്കെ അങ്ങോട്ട് അടിച്ച് പൊളിക്കട്ടെ. എന്തായാലും ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തൂന്ന് കേട്ടിട്ടില്ല. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനെ കണ്ടേച്ചാൽ മതി. കാരണം അധികം താമസിക്കാതെ തന്നെ ഈ മെമ്പർഷിപ്പ് വഴി ലൈവ് ചെയ്യുന്ന ചേച്ചിമാർക്കൊക്കെ ഒരു സ്റ്റോപ്പ് വരും എന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങളും അതുപോലെ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഈ മെമ്പർഷിപ്പ് ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ഹോട്ട് ലൈവ് ഒക്കെ ചെയ്യുന്ന ചേച്ചിമാരെ കുറിച്ചും അമ്മച്ചിമാരെ കുറിച്ചും പെൺകുട്ടികളെ കുറിച്ചിട്ടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.